ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ അവിടുന്ന് സൺറൂഫൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ നേരെ സാൽമി വന്ന സ്ഥിതിക്ക് നമ്മൾ നേരെ ബോർഡർ വരുന്ന പോയി. പിന്നെ അവിടുന്ന് തിരിച്ച് നമ്മൾ നേരെ പോയത് ഷുവൈക്കിലേക്കാണ്. കാര്യം നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ഗ്ലാസ്സിലും ചെറിയ ക്രാക്ക് ഉണ്ടായിരുന്നു. അപ്പം അത് ഈ ഓട്ടോ ഗ്ലാസ് എന്ന് പറയുന്ന ഈ ഷോപ്പിൽ വന്നിട്ടാണ് നമ്മളത് ചേഞ്ച് ചെയ്തത്. നമ്മളൊരു ഹെവി എമൗണ്ടൊക്കെ പ്രതീക്ഷിച്ചാണ് പോയത്. അപ്പം പുറത്തായതുകൊണ്ടായിരിക്കാം അത്ര റേറ്റൊന്നും ആയില്ല. അപ്പം അവർ വന്ന് പടപടാന്നും പറഞ്ഞിട്ട് പരിപാടി നടത്തി. അപ്പോഴേ ഗ്ലാസ്സൊക്കെ ഊരി. ആക്ച്വലി എനിക്ക് ഇവിടെ ഒരു പേടിയുണ്ടായിരുന്നു, ഈ ഗ്ലാസ് ഇവിടെ അവൈലബിൾ ആയിരിക്കുമോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ പുറത്ത് എടുത്തുകൊണ്ടായിരിക്കാം. അവർക്ക് ടെക്നിക്കലി സംഭവങ്ങളൊന്നും ഇല്ലതാ. ഇതുപോലെ ഇവരിങ്ങനെയൊക്കെയുള്ള ടൂൾസൊക്കെ വെച്ച് ഗ്ലാസ് മാക്സിമം ക്രാക്ക് ചെയ്തൊക്കെയാണ് ഇളക്കിയെടുത്തത്. ചിലപ്പോൾ ഷോറൂമിലാണെങ്കിൽ അവരുടെ കയ്യിൽ വേറെ എന്തെങ്കിലുമൊക്കെ ടൂൾസ് കണ്ടേനെ. പക്ഷേ നല്ല സ്പീഡിലായിരുന്നു പരിപാടി. നല്ല പടപടാന്നും പറഞ്ഞുകൊണ്ട് കാര്യങ്ങളൊക്കെ നടത്തി. പിന്നെ അവർ അകത്തുനിന്ന് ഗ്ലൂ ഗൺ എടുത്തുകൊണ്ട് വന്നിട്ട് 4 സൈഡിലും പേസ്റ്റ് ചെയ്തിട്ട് അപ്പം തന്നെ അകത്തുനിന്ന് പുതിയ ഗ്ലാസ് കൊണ്ടുവന്ന് നേരെ അതിലേക്ക് സെറ്റ് ചെയ്തതാണ്. അതുകൊണ്ട് ഇതുപോലെ സംഭവം മാക്സിമം ഒരു ½ ആൻ അവർ എടുത്തുള്ളൂ. നല്ല അടിപൊളിയായിട്ട് സംഭവം സെറ്റ് ചെയ്തു. പിന്നെ എനിക്ക് ആ ഇളക്കുന്നൊരു രീതി മാത്രമേ ഉള്ളൂ, എനിക്കങ്ങോട്ട് സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. ബാക്കി എല്ലാം അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തെല്ലാം വന്നപ്പോൾ നല്ല പക്ക ഫിനിഷിംഗ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ചെറിയ ചാറ്റൽ മഴകളുണ്ടായിരുന്നു. അപ്പോൾ അവർ അതിൻ്റെ കൊണ്ട് പുറത്ത് ഗ്ലാസ്സിനകത്ത് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടാണ് വിട്ടത്. എന്നിട്ട് പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് ഇളക്കി മാറ്റിക്കോളാം. അപ്പം ഗ്ലാസ് നല്ല സൂപ്പറായിട്ട് അവർ മാറി തന്നു. അപ്പോൾ ഇനിയൊരു വീഡിയോ കാണുമ്പോൾ ബൈ.